റസൂലുള്ള ജനിച്ച ദിവസം പോലെ ഞങ്ങൾക്ക് സന്തോഷമുള്ള വേറൊരു ദിനം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം ബിരിയാണി വെച്ച് കൊടുക്കും. കാരണം ഞങ്ങൾക്ക് വലിയ സന്തോഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നബിദിനമാഘോഷത്തിന് ബിരിയാണി വെച്ച് കൊടുക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക്. ഇദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങളിൽ ഭയങ്കരമായ മനംമാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. പല വിഷയങ്ങളിലും മുദബ്ബിറുൽ വിഷയങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ നബിദിനമാഘോഷം വിഷയത്തിൽ ഇത്രനാളും മുസ്ലിയാക്കന്മാർ പറഞ്ഞതൊക്കെ എന്താണ്, അതൊക്കെ മറന്നുപോയോ എന്നൊരു സംശയം ഇദ്ദേഹത്തിന്റെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ. ഇദ്ദേഹം ഇപ്പൊ ബിരിയാണി കഥ പറയും, നമ്മൾ തുടക്കത്തിൽ ചെറുങ്ങനെ ഒന്ന് കേട്ടല്ലോ. അദ്ദേഹം പൂർണ്ണമായി ഒരു ബിരിയാണി കഥ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ബിരിയാണി വെച്ച് കൊടുക്കുക. അപ്പൊ മൗലവിമാര് വരും, നോട്ടീസ് എടുത്തിട്ട് വരും. റസൂലുള്ളാഹി റബീഉൽ അവ്വൽ 12 ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ? എന്നാ അതേ ചങ്ങാതി അവന്റെ ഒരു പുതിയ പുരണ്ടാക്കിയിട്ട് അതിന്റെ ഗൃഹപ്രവേശന ദിവസം അന്ന് നല്ല ബിരിയാണി വെച്ചു കൊടുക്കും. അപ്പൊ നബിദിനം ഈ പറയുന്ന ഗൃഹപ്രവേശനം ഒരുപോലെയാ? ഇവിടെ എന്താ പറയാ, കുറ്റൂസാണ് എന്തൊക്കെ പറഞ്ഞോട്ട് പറഞ്ഞു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടുണ്ടാക്കി താമസിക്കുമ്പോൾ ആ വകയിൽ ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് മൗലവിമാരോട് ചോദിച്ചു. അതങ്ങനല്ല, അതെന്റെ പൊരാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രസക്തിയാണ്. എന്റെ വീട്ടിന് വലിയ പ്രസക്തിയാണ്. ആ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും ബിരിയാണി കൊടുക്കാണ്. ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾക്ക് വീട്ടിനേക്കാളും നാട്ടിനേക്കാളും എല്ലാറ്റിനേക്കാളും ഞങ്ങൾക്ക് പ്രസക്തി ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. സഹോദരങ്ങൾ, ഇപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇദ്ദേഹത്തിന് മൊത്തം കുറെ സാങ്കല്പിക കഥാപാത്രങ്ങളും എന്നിട്ട് ഇങ്ങനെ മൂപ്പരതായ രീതിയിൽ കുറെ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. മൂപ്പര സംസാരങ്ങൾ ഒക്കെ ഇപ്പൊ ആ രൂപത്തിലാണ് പോകുന്നത്. അപ്പം നബിദിനമാഘോഷം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് തെളിവായി കൊണ്ടുവന്ന ഒരു രൂപമാണിത്. എന്ത്? ഒരു മുജാഹിദുകാരൻ ഓന്റെ വീട് കുടികൂടുന്നു. ആ കുടികൂടലിന് ആളുകളെ ക്ഷണിക്കുന്നു. എന്നിട്ട് അവിടെ ആളുകൾക്കൊക്കെ ബിരിയാണി കൊടുക്കുന്നു. ആ ബിരിയാണി കൊടുത്തതിനെ ചോദ്യം ചെയ്യുകയാണ് ഒരു ഖുറാഫി മുസ്ലിയാർ. എന്താണ് ഇത്? റസൂലുള്ളാഹി ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? എന്നിട്ടോ അതിന് എന്റെ വീടാണ്, എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നിട്ട് മൂപ്പര നേരെ വേറൊരു രീതിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഈ വീടിനേക്കാളും മറ്റെന്തിനേക്കാളും ഏറെ ഇഷ്ടമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാചകന്റെ ജനിച്ച ദിവസം നമ്മൾ ബിരിയാണി കൊടുത്ത് എന്ത് ചെയ്യുന്നു? ബിരിയാണി കൊടുക്കുന്നു, ആളുകൾക്കൊക്കെ ബിരിയാണി വിതരണം ചെയ്യുന്നു. മൂപ്പർ ബാക്കിയും കൂടി പറയുന്നേക്കട്ടെ. റസൂലുള്ളാഹി ജനിച്ച ദിവസം പോലെ ഞങ്ങൾക്ക് സന്തോഷമുള്ള വേറൊരു ദിനം ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം ബിരിയാണി വെച്ച് കൊടുക്കും. കാരണം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ബാക്കിയുള്ളവർക്കൊന്നും പ്രവാചകൻ ജനിച്ചതിൽ സന്തോഷമൊന്നുമില്ല. ആർക്കെല്ലാം സന്തോഷമില്ലാത്ത? മുജാഹിദുകൾക്കില്ല, ജമാഅത്ത് ഇസ്ലാമിക്കാർക്കില്ല, പിന്നെ ഉത്തമ തലമുറപ്പെട്ട ആളുകൾക്കില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കില്ല, അതുപോലെ സഹാബാക്കൾക്കില്ല, പ്രവാചകനില്ല, പ്രവാചകന്റെ ഭാര്യമാർക്കില്ല. ആർക്കും പ്രവാചകൻ ജനിച്ചതിൽ എന്തില്ല? സന്തോഷമില്ല. കാരണം എന്താണ്? അവര് നബിദിനം ആഘോഷിച്ചിട്ടില്ല. അവർ നബിദിനത്തിന്റെ അന്ന് ഒരു ബിരിയാണി വിതരണം ചെയ്തിട്ടില്ല. ഒരു ഈത്തപ്പഴത്തിന്റെ ചോളയെ പോലും അവർ വിതരണം ചെയ്തിട്ടില്ല. അപ്പൊ അവർക്കൊന്നും സ്നേഹമില്ല. ഇവര് മാത്രം മുസ്ലിങ്ങൾ, ബാക്കിയൊക്കെ എന്താണ്? അത് മൂപ്പരുടെ സംസാരം നേരത്തെ നിങ്ങൾ കേട്ടതാണല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ രീതിയിലൊക്കെയാണ് ന്യായങ്ങൾ കണ്ടെത്തുന്നത്. ഇവിടെ ഒരു വീട് കുടികൂടലിന് ബിരിയാണി കൊടുക്കുന്ന പോലെയാണോ നബിദിനം ആഘോഷം? ഒരു ന്യായം പറയുമ്പോൾ അതിനൊരു ലോജിക്കൽ അങ്ങനെ പറയാറുണ്ടല്ലോ, അത് യോജിക്കണ്ടേ മുസ്ലിയാരെ? എന്തെങ്കിലും വിഡ്ഢിത്തങ്ങൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞ് കൗമിനെ പറ്റിക്കലാണോ? ഇത് ഇന്നലെയും തുടങ്ങിയതൊന്നല്ല ഈ മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ ന്യായം പറച്ചല്. ആഷിം നഈമി എന്ന് പറയുന്ന ഒരു മുസ്ലിയാര്, അദ്ദേഹം പറയുന്നത് കേട്ടോ നോക്കൂ. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബിതങ്ങൾ ചെയ്തോന്ന് ചോദിച്ചു വരുമ്പോൾ ചാടി ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബിതങ്ങൾ ചെയ്താലേ ഇസ്ലാമാവൂന്നില്ല. ഒരു കാര്യം സഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല. ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഈയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ. അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാം അല്ലാത്തത് ചെയ്യുന്നില്ലേ? അപ്പൊ മുജാഹിദുകൾ ഇസ്ലാമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഇസ്ലാം അല്ലേ എങ്കിൽ ഇത് ഈ TV ഉപയോഗിക്കുക, മോണിറ്റർ ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, ഇതൊക്കെ ഇസ്ലാം അല്ല എന്നാണ് എങ്കിൽ മുജാഹിദുകൾ എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഇവിടെ നബിദിനമാഘോഷം എന്ന വിഷയം അതുപോലെയാണോ ഇവർക്ക്? എങ്കിൽ അത് അവർ പറയണം. ഇപ്പൊ സിംസാറുൽ ഖുദവിയുടെ ഒരു പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു കേട്ടത്, മുജാഹിദുകൾ സമ്മേളനം നടത്തുന്നില്ലേ? ഇങ്ങനെയുള്ള കുറെ വാദങ്ങൾ മദ്രസ ഇപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സക്കാബിയുടെ സംസാരത്തിൽ പറയുന്നുണ്ട്. മുജാഹിദുകൾ മദ്രസ എടുക്കുന്നില്ലേ, മുജാഹിദുകൾ കോളേജ് എടുക്കുന്നില്ലേ, ഇപ്പൊ കോളേജ് നടത്തുന്നില്ലേ, പിന്നെ മദ്രസ എടുക്കുന്നില്ലേ, ഖുർആൻ പിന്നെ റസൂലുള്ള ഖുർആൻ നോക്കി ഓതിയിട്ടുണ്ടോ, ഖുർആൻ ഇന്ന് ഈ കാണുന്ന മുസാഫ് രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതും ഈ പറയുന്ന നബിദിനമാഘോഷം ഒക്കെ ഒരുപോലെയാണോ? മുജാഹിദ് സമ്മേളനം പോലെയാണോ നബിദിനമാഘോഷം? എങ്കിൽ നിങ്ങൾ അത് തുറന്ന് പറ. നിങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ രീതിയിലല്ല പറഞ്ഞിട്ടുണ്ടായത്. നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ മാറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാം. ഇപ്പോൾ മുജാഹിദുകൾ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്താറുണ്ട്. പ്രവാചകന്റെ മഹത്വം പറയും, മദ്ഹ് പറയാനും അതുപോലെ തന്നെ പ്രവാചകന്റെ ആ ജീവിത രീതിയിലേക്ക് ആളുകൾ മടങ്ങി വരണമെന്നും അതുപോലെ തന്നെ പുതുനിർമ്മിതമായ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നും അത് റസൂലുള്ള ഏത് രീതിയിലൊക്കെ വിലക്കിയിട്ടുണ്ടെന്നും അതൊക്കെ ഹദീസുകളൊക്കെ വായിച്ചുകൊണ്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹുബ്ബുർ റസൂൽ പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട്. മനസ്സിലായല്ലോ? പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലണമെന്നും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു പ്രോഗ്രാമാണോ നിങ്ങളെ ഈ പ്രോഗ്രാം? എങ്കിൽ നിങ്ങളത് പറയണം, നിങ്ങളത് തുറന്ന് പറയാം. അല്ലാണ്ട് ഇങ്ങനെ വളഞ്ഞു മൂക്കുടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ പല വിഷയങ്ങളിൽ ഇങ്ങനെ പരിണാമം സംഭവിച്ചതുപോലെ നിങ്ങൾ ഈ വിഷയത്തിലും ഇങ്ങനെ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണോ? പഴയതൊക്കെ ഇങ്ങനെ മെല്ലെ 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 മാറ്റി 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 നൗഷാദ് കുരുവട്ടൂരി പറഞ്ഞൊക്കെ നിങ്ങൾ ഏകദേശം വഹാബിസത്തിലേക്കുള്ള ഇങ്ങനെ പോക്കാണോ? അതിന്റെ ഒരു കാൽവെപ്പാണോ നിങ്ങൾ ഈ പ്രവർത്തനങ്ങളും ഈ സംസാരങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു വീടിന്റെ കുടികൂടലിന് ബിരിയാണി കൊടുക്കുന്നത് പോലെയാണോ നിങ്ങളുടെ നബിദിനമാഘോഷം? അത് നമുക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ആളുകൾ ഇങ്ങനെയല്ല പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിന് ഖുർആനിൽ ആയത്ത് തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബിദിനം ആഘോഷിക്കാൻ ഖുർആനിൽ ആയത്ത് തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇത് രേഖ വേണോ? നിങ്ങൾ ചോദിച്ചു, നമ്മൾ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താണ്? സ്നേഹമില്ലാത്തവർ ആഘോഷിക്കില്ല, സ്നേഹമില്ലാത്തവർ ബിരിയാണി വിതരണം ചെയ്യില്ല, സഹാബാക്കൾ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് നിങ്ങൾ പോലും സമ്മതിക്കുന്ന വിഷയമാണ്. പ്രവാചകനോ പ്രവാചകന്റെ ഭാര്യമാരോ സഹാബാക്കളോ നിങ്ങളുടെ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ ജനിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ തിങ്കളാഴ്ച നോമ്പ് നോറ്റിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? യൗമവുലിത്തു, ഞാൻ ജനിച്ച ദിവസമാണ് എന്നല്ലേ. അപ്പോൾ അവർ നോമ്പെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ബിരിയാണി വിതരണം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത് എന്നത് വ്യക്തം. പിന്നെ നിങ്ങൾ ഖുർആനിൽ ആയത്ത് ഓതിയത്, പിന്നെ ഈ പറയുന്ന രീതിയിൽ മഹത്വങ്ങളൊക്കെ പറഞ്ഞത്, ഇതൊക്കെ പിന്നെ എന്തിനു വേണ്ടി പറഞ്ഞു? മുജാഹിദ് സമ്മേളനം പോലെ ആയതുകൊണ്ടാണോ? ഒരു പള്ളി എടുക്കുന്ന കോളേജ് എടുക്കുന്ന പോലെയാണോ? മുസാഫ് ഇന്ന് കാണുന്ന രൂപത്തിൽ, ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു മുസാഫ് രൂപത്തിലേക്ക് ആക്കിയതാണോ? അതൊക്കെ പോലെയാണെങ്കിൽ നിങ്ങൾ അത് പറ. അത് പറയാതെ നിങ്ങളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ആളുകളെ പൊട്ടനാക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച പുസ്തകത്തിൽ കൃത്യമായി തന്നെ നമുക്ക് കാണാം. എന്താണ് പറഞ്ഞത്? അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളിലായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. അത് മുൻഗാമികൾക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് എന്ന് നിങ്ങളുടെ പുസ്തകം, ഏതാണ് പുസ്തകം? സുന്നി വോയിസ്, ജൂലൈ 2000 ഇറങ്ങിയ സുന്നി വോയിസ് ആണ്. അതിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇത്ര കൃത്യമായി നിങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഈ രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ ന്യായങ്ങൾ വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നിങ്ങളുടെ ആളുകൾ തന്നെ എഴുതി വെച്ച എന്താണ്? ഇസ്ലാമിൽ കൃത്യമായ ആഘോഷങ്ങളുണ്ട്, അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞ ആഘോഷങ്ങളിൽ ഈ പറയുന്ന ആഘോഷമില്ല. ഇപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ, മുൻഗാമികൾക്ക് പരിചയമില്ല എന്ന്. എന്നാൽ നിങ്ങൾ എന്താണ് ഇവിടെ പറയുന്നത്? നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. റിസാലയിൽ വന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്.
പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം സർവ്വലോകത്തിന്റെ വിമോചകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അവർക്ക് മറ്റെന്ത് ആഘോഷമാണുള്ളത്? അപ്പോ സമസ്തക്കാർ ഈ ആഘോഷിക്കുന്നത് മറ്റെന്ത് ആഘോഷമാണ് എന്നുള്ള ചോദ്യവും ചോദിച്ചുകൊണ്ടാണ്. രണ്ടു പെരുന്നാളിനേക്കാളും മഹത്വമുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളാണ്. ഇതിൽ തന്നെ കാണുന്നില്ല രണ്ടു പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. രണ്ട് പെരുന്നാളിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. നബിദിനം ആഘോഷത്തെ കുറിച്ച് ആര് പഠിപ്പിച്ചു തന്നിട്ടില്ല? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. സഹാബാക്കൾ ചെയ്തിട്ടില്ല. തബുകളൊന്നും ചെയ്തിട്ടില്ല. ഉത്തമ തലമുറപ്പെട്ട ആരും തന്നെ ചെയ്തിട്ടില്ല. പറയുന്നത് ആര്? നിങ്ങളുടെ പുസ്തകം തന്നെയാണ്. അടിസ്ഥാനപരമായി മൗലീദ് ബിദഅത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്നതല്ല. പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ ആഘോഷിക്കാതെ മറ്റെന്ത് എന്ന് നിങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? നിങ്ങൾ തന്നെ പറയുന്നതാണ് എന്താണ് മുസ്ലിങ്ങൾക്ക് മറ്റെന്ത് ആഘോഷമാണുള്ളത് എന്ന്. അപ്പോ നിങ്ങൾ ഈ രീതിയിൽ ഞൊണ്ടി ന്യായം പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇതിനു വേണ്ടി എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങളുടെ ഒരു പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് നബിദിനമാഘോഷത്തിന് ഈ ബൾബ് എത്തിച്ചു കഴിഞ്ഞാൽ, പള്ളി അലങ്കരിച്ചു കഴിഞ്ഞാൽ അതിന് പുണ്യമുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. ആര്? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ പറയും. നമുക്കൊന്ന് കേൾക്കാം. ദിനത്തോടനുബന്ധിച്ച് കുറ്റ്യാടിയിൽ ചെല്ലുമ്പോ പള്ളിയുടെ മേലെ അതാ ലങ്കി കത്തുന്ന ബൾബിട്ടിരിക്കുന്നു. അതുപോലെ ചില സ്ഥാപനങ്ങളിൽ അതാ കത്തുന്ന ബൾബിട്ടിരിക്കുന്നു, ഇവിടെയും ഇട്ടിരിക്കുന്നു. ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഓ മുസ്ലിമേ, ഹബീബായ നബിതങ്ങളുടെ സ്ഥാനവും നബിതങ്ങളുടെ ബഹുമാനവും നബിതങ്ങളോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കാൻ നമ്മുടെ സൈറ്റുകൾ മുഴുവനും നമ്മുടെ അങ്ങാടികൾ മുഴുവനും അലങ്കരിച്ച മതിയാകൂല കേട്ടോ. നിങ്ങൾ UAE പോകാറില്ലേ? അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിൽ പോകാറില്ലേ? അവിടുത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആ രാഷ്ട്രങ്ങളിൽ മുഴുവനും പാലം ഇതുപോലെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചില്ലേ? അതുപോലെ നാടുകൾ അലങ്കരിച്ചില്ലേ? അത് അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായ ദിനത്തോടുള്ള ആദരവ്, രാജ്യത്തോടുള്ള ബഹുമാനമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ അതേ ആഗസ്റ്റ് 15-ന് അതാ ഇതുപോലെ പല സ്ഥലങ്ങളിലും അതാഘോഷങ്ങളും പരിപാടികളും നടത്തുന്നത് രാജ്യത്തോടുള്ള ക്രൂറും സ്നേഹവുമാണെങ്കിൽ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ആരാണോ അലങ്കരിക്കുന്നത്, ആരാണോ അവിടുത്തെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ലൈറ്റ് വെച്ചത്, അതല്ല അവിടുത്തോടുള്ള സ്നേഹപ്രകടനമായതിനാൽ പുണ്യകർമ്മം തന്നെ. പുണ്യകർമ്മം തന്നെ. ഇത്ര നീട്ടി വലിച്ച മൂപ്പർ പറഞ്ഞെന്താണ്? വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യമായി കൊണ്ടാണ്. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വം വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നൊക്കെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പോൾ പറയുന്നത് ഇത് മുജാഹിദിന്റെ സമ്മേളനം പോലെ, വീട്ടിലേക്ക് TV കാണിക്കുന്ന പോലെ, മുജാഹിദുകാരൻ വീട് കുടികൂടുമ്പോൾ ബിരിയാണി എടുത്തു കൊടുക്കുന്ന പോലെ, ബിരിയാണി വെച്ചു കൊടുക്കുന്ന പോലെ, ഇങ്ങനെയുള്ള ഒരു സാധാരണ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെയുള്ള ഒന്നാണോ? അങ്ങനെയാണോ? ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി പറഞ്ഞു തരട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ, അതല്ല ഇങ്ങനെ സ്വന്തം ഇങ്ങനെ തീരുമാനിക്കലാണോ? മീറ്റിംഗ് കൂടി തീരുമാനിക്കലാണോ? സാധാരണ നമ്മളെ വേണ്ടിക്കാണ് ആ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. എന്തെന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ ഒരു മീറ്റിംഗ് കൂടി തീരുമാനിക്കലാണ്. ആ രീതിയിലൊരു സംസാരം മൂപ്പറത് വരുന്നുണ്ട്. ഈ നേരത്തെ നമ്മൾ കേട്ട സംസാരത്തിന് തൊട്ട് മുമ്പിലാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. ഇദ്ദേഹം ഇങ്ങനെ ഈ വളച്ച് തിരിച്ചിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി രാഫിദിയാക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അതന്നെ നമുക്കൊന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ റാഫിദത്തും സഹാബത്തിനെ തള്ളിപ്പറഞ്ഞവരാണ്. അവർ പക്ഷേ തള്ളിപ്പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ഒരു നിലക്ക് തള്ളിപ്പറഞ്ഞു, മറ്റൊരു നിലക്ക് അലി ഇബ്നു അബീ താലിബ് തങ്ങളെയും പറഞ്ഞു. അതാണ് റാഫിദത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു നല്ല കാര്യം ചെയ്തു. നല്ല കാര്യം നബി തങ്ങൾ ചെയ്തോ ചെയ്തില്ലേ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ല കാര്യം ചെയ്തൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മദ്രസ ഉണ്ടാക്കിനോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോളേജ് ഉണ്ടാക്കിനോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹുൽ ബുഖാരി വല്ല ഹദീസിന്റെ കിതാബ് ഉണ്ടാക്കിനോ? ഇല്ല. ഫിഖഹിന്റെ കിതാബ് ഉണ്ടാക്കിനോ? ഇല്ല. പോകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു മുസഹഫാക്കിയിട്ട് 2 ചട്ടയുടെ ഉള്ളിൽ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ എഴുതി വെച്ചിരുന്നോ? ഇല്ല. മുസഹഫ് നോക്കി ഖുർആൻ ഓതിയിരുന്നോ? ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നബി തങ്ങളുടെ കാലത്ത് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് മുസഹഫ് അച്ചടിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? മുസഹഫ് നോക്കി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ബുഖാരി ഓതാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? മദ്രസ ഉണ്ടാക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? നല്ല കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തില്ലെങ്കിലും നല്ലതാണെന്ന് ഖുർആൻ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഇമാമിങ്ങളുടെ വിവരണങ്ങൾ കൊണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആശയം. പക്ഷെ നബിദിനമാഘോഷം അങ്ങനെയല്ലല്ലോ. നബിദിനമാഘോഷം അങ്ങനെ സ്ഥിരപ്പെട്ടതാണോ? നമ്മൾ നേരത്തെ നിങ്ങളുടെ പുസ്തകം തന്നെ സുന്നി വോയിസ് തന്നെ വായിച്ചല്ലോ, മുൻഗാമികൾക്ക് പരിചയമില്ല എന്ന്. എന്നാലോ നിങ്ങൾ ഇതിന്റെ മഹത്വമായി പറഞ്ഞ കാര്യങ്ങളൊക്കെയോ? നിങ്ങൾ ഇതിന്റെ മഹത്വമായി പറഞ്ഞ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നാണ്. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് അതിന് തെളിവാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. മുജാഹിദുകൾ കോളേജ് എടുക്കുന്നുണ്ട്, മദ്രസ എടുക്കുന്നുണ്ട്, പള്ളി എടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതും അതും തമ്മിൽ ബന്ധപ്പെടും. മുജാഹിദുകൾ കോളേജ് എടുക്കുന്നുണ്ട്, മുജാഹിദുകൾ മദ്രസ എടുക്കുന്നുണ്ട്, മുജാഹിദുകൾ ഇങ്ങനെ സമ്മേളനം നടത്തുന്നുണ്ട്, മുജാഹിദുകൾ TV ഉപയോഗിക്കുന്നുണ്ട്, മുജാഹിദുകൾ LED ഉപയോഗിക്കുന്നുണ്ട്, മുജാഹിദുകൾ കുടികൂടലിന് ബിരിയാണി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നബിദിനമാഘോഷത്തിന് തെളിവാവൂലല്ലോ, അതിനെ ന്യായീകരിക്കലും ആകില്ലല്ലോ. നബിദിനമാഘോഷത്തെ കുറിച്ച് നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി ന്യായം കണ്ടെത്തുകയല്ല വേണ്ടത്. പിന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ നമ്മളിപ്പോ കുറെ കാര്യങ്ങളുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നെയ്മി ഒക്കെ പറയുന്നത് കണ്ടല്ലോ, TV കാണിക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതിനൊക്കെ എന്താണ് മുജാഹിദുകൾ ചെയ്യാറുള്ളതെന്ന് മൂപ്പർ പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആശയം. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, വ്യാജ തരീഖത്ത്, അവരാശയം അങ്ങനല്ല. എന്താണ് അവരാശയം? അവർ യോഗം ചേർന്ന് തീരുമാനിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. നല്ലതായോണ്ട് പറ്റൂല, നല്ലതാണ്ട് പറ്റൂല. മുജാഹിദിന്റെ ഓഫീസിൽ നിന്നും മറ്റത് മീറ്റിംഗ് കൂടി തീരുമാനിച്ചിട്ടാണ് എന്തെന്ന് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നെല്ലാം ഗവേഷണം നടത്തല്. പള്ളി മദ്രസ എടുക്കുക എന്നുള്ളത് മീറ്റിംഗ് കൂടി തീരുമാനിക്കണം, പള്ളി എടുക്കുക എന്നുള്ളത് മീറ്റിംഗ് കൂടി തീരുമാനിക്കണം, സമ്മേളനം നടത്തുക എന്നുള്ളത് മീറ്റിംഗ് കൂടി തീരുമാനിക്കണം. അങ്ങനെ ഓരോ കാര്യത്തിന് മീറ്റിംഗ് കൂടി തീരുമാനിക്കും. ഇപ്പൊ നേരത്തെ അങ്ങ് പറഞ്ഞ വീട് കുടികൂടലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. വീട്ടിന്റെ ഗൃഹനാഥൻ അദ്ദേഹം അവരുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഈ വിഷയങ്ങൾ സംസാരിക്കും. അതായത് വീട്ടിലുള്ള കാര്യങ്ങൾ മക്കളോട് ഈ ഭാര്യനോടൊക്കെ സംസാരിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാം, എന്ത് ഭക്ഷണം കൊടുക്കുക, എങ്ങനെ പിന്നെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാം. വീട് എടുക്കുന്ന സമയത്ത് ഇതേപോലെ അവർ ചർച്ച ചെയ്യും. അല്ലാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം അങ്ങനെ ചെയ്യുകയും ചെയ്യില്ലല്ലോ, ആരെ അടിച്ചേൽപ്പിക്കുമല്ലോ ഒന്നും. സമ്മേളനം നടത്തുകയാണെങ്കിൽ ഇതേപോലെ തന്നെ. ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പ്രസംഗിക്കുന്ന സ്റ്റേജ് മാത്രം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ സംഭവം മാത്രം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ബാക്കിൽ കെട്ടിയ ഫ്ലക്സ്, അത് പിന്നെ ഫ്ലക്സ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടീമിനുണ്ടാവും. ഇത് ഈ പ്രോഗ്രാമിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി നോട്ടീസ് അടിച്ചവർ വേറെ ഉണ്ടാവും. അങ്ങനെ ഈ മൈക്ക് സെറ്റുകാരെ വിളിച്ചേൽപ്പിച്ചവർ വേറെ ആയിരിക്കും. പിന്നെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിട്ട് ഒരാളുണ്ടാവും, അത് വേറെ ആയിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി വിളിച്ചവർ വേറെ ആയിരിക്കും. ഇതൊക്കെ പല ആളുകളും കൂടിയിരുന്ന് ആലോചിച്ച് ഓരോരാൾക്കും ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് അങ്ങനെയാണല്ലോ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ മീറ്റിംഗ് കൂടും, അതുപോലെ മുജാഹിദുകളും മീറ്റിംഗ് കൂടും. പക്ഷേ ഇസ്ലാമിലൊരു കാര്യം, നിസ്കാരത്തിൽ ഇത്ര റക്കായത്ത് നമുക്ക് ഇന്ന് മുതൽ പിന്നെ സ്വബഹ് പിന്നെ 4 റക്കായത്ത് നിസ്കരിക്കില്ല, 3 റക്കായത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ ഏതൊരു കാര്യവും നമുക്ക് മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ മീറ്റിംഗ് കൂടിയിട്ട് നിങ്ങൾ പിന്നെ കുടികൂടി കഴിഞ്ഞാൽ അതിന് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ? 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ എന്ന് മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ? ഇങ്ങനെ നമുക്ക് തോന്നിയ പോലെ നമുക്കൊന്നും ഇങ്ങനത്തെ ഒന്നും വിഷയങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. മുജാഹിദുകൾ തീരുമാനിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. സമസ്തക്കാർ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നുണ്ട് എന്ന് പറ. റസൂലുള്ളാഹിക്ക് പരിചയമില്ല എന്ന് നിങ്ങളുടെ പുസ്തകം പറയുന്നു. സഹാബാക്കൾക്ക് ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെ പരിചയമില്ല എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞൊരു വിഷയത്തിന് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത എങ്ങനെ വന്നു, 2 പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠത എങ്ങനെ വന്നു? നിങ്ങൾ പറഞ്ഞു തരണം. ഖുർആനിൽ ആയത്ത് തെളിവായത് എങ്ങനെ? ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എവിടെയും തന്നെ ഈ ആയത്ത് പ്രകാരം സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത് നബിദിനമാഘോഷത്തിന് തെളിവാണ് എന്ന് പറഞ്ഞിട്ടില്ല.
ഇതിവിടെ ഉദ്ദേശിക്കുന്ന നബിദിനം ആഘോഷമാണ് എന്നും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് ആര്? നിങ്ങളാണ്. 2 പെരുന്നാളിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ നബിദിനത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ നബിദിനം ആഘോഷത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ വാദങ്ങൾ ഉന്നയിച്ചാൽ എങ്ങനെ ശരിയാകും പേരോട് ഉസ്താദെ? നിങ്ങൾ സമൂഹത്തെ വഞ്ചിക്കൽ ഇവിടെ ചെയ്യുന്നത്. ഇത് മീറ്റിംഗ് കൂടി തീരുമാനിക്കേണ്ട വിഷയമൊന്നുമല്ലല്ലോ. പിന്നെ അതിനെ പറയാൻ വേണ്ടി നിങ്ങൾ മുജാഹിദുകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്നൊക്കെയുള്ള കുറെ കള്ള ആരോപണം നടത്തിയാലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ? റസൂലുള്ള ജനിച്ച ദിവസം പോലെ ഞങ്ങൾക്ക് സന്തോഷമുള്ള വേറൊരു ദിനം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം ബിരിയാണി വെച്ച് കൊടുക്കും. കാരണം ഞങ്ങൾക്ക് വലിയ സന്തോഷം. ആയിക്കോട്ടെ. ആ സന്തോഷം ഇല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയൂല. അതിനവർ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. നബിതങ്ങൾ ജനിച്ചതിൽ സന്തോഷം ഇല്ലാത്തവർക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയും. ഇല്ലാത്ത സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കുക? എന്താണ് ഇവരെ പുസ്തകപ്രകാരം സഹാബാക്കൾക്കോ ഉത്തമ തലമുറപ്പെട്ട ആളുകൾക്കോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ അതുപോലെ തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ആർക്കും തന്നെ എന്തില്ല, പ്രവാചകൻ ജനിച്ചതിൽ സന്തോഷമില്ല. ആ സന്തോഷമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഈ രീതിയിൽ സന്തോഷ പ്രകടനം നടത്തിയിട്ടില്ല. അവരായിരിക്കും ബിരിയാണി വിതരണം ചെയ്തിട്ടുമില്ല. അങ്ങനെയാണല്ലോ വരുന്നത്. ബാക്കി പറയട്ടെ. അതിനാദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ബഹുമാനവും സ്നേഹവും വേണ്ടേ? അത് ഈ മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കും തബ്ലീഗ് ജമാഅത്തിനും വ്യാജ തരീഖത്തർക്കും ഒന്നും അതില്ല. ഇല്ലത് വരിക്ക് തലയിക്കിട്ടർക്ക്. അതിപ്പോ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. വിശദീകരിച്ച് പറയണ ആലോചിച്ച് നോക്ക്. എന്നാലോചിക്കേണ്ടത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുന്നുണ്ട്. എന്താണ് പരിചയപ്പെടുത്തുന്നത്? എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? പരിചയപ്പെടുത്തിയ പോലെയാണോ? അല്ല. അല്ലേ? പിന്നെ ഖുർആൻ നബി തങ്ങളെ പരിചയപ്പെടുത്തിയത് നമുക്കറിയാം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞയച്ച അവന്റെ ദൂതരാണ്. ഇത് മുജാഹിദും പറയുന്നുണ്ടല്ലോ. അതൊന്ന് അവന്റെ ദൂതരാണ് എന്ന് പറയുമ്പോ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ പറ്റണം. സാധാരണ മനുഷ്യന് ജിബ്രീലിനെ കാണാൻ കഴിയോ? ഇല്ല. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ? ഇല്ല. കഴിയില്ലല്ലോ. കഴിയണമെങ്കിൽ പിന്നെ എന്ത് വേണം? ജിബ്രീൽ അലൈഹി സ്വലാം മനുഷ്യ രൂപത്തിൽ വരണം. അങ്ങനെ വന്നപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു കണ്ടിട്ടുണ്ട്, ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ജിബ്രീലാണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പിന്നെ നബിതങ്ങൾ പറഞ്ഞു കൊടുത്താണ് ജിബ്രീലായിരുന്നു. അത് ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നു. തൊട്ടടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം വഹി ഇറക്കുന്നു. ആ വഹി നബിതങ്ങളല്ലാതെ വേറെ ആരും കേൾക്കുന്നില്ല. നബിതങ്ങളല്ലാതെ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണുന്നില്ല. അപ്പൊ ജിബ്രീൽ റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ കാഴ്ചയും കേൾവിയും അറിവും എല്ലാം വേറെ തന്നെയാണ്. തർക്കത്തിന് അവകാശം മുസ്ലിമീങ്ങൾക്കില്ല. പക്ഷേ റസൂലുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് മദ്രസയിൽ വരെ പഠിപ്പിച്ച മുജാഹിദും പ്രബോധനം 981 ഡിസംബറിൽ പഠിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമിയും ഒരു സാധാരണ മനുഷ്യൻ ജനിച്ചാൽ അതൊരു വിഷയാവൂലല്ലോ. നമുക്കങ്ങനല്ല. നബിതങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. റസൂലാണെന്ന് മാത്രമല്ല, നബിതങ്ങളുടെ മദ്ഹാണ് പരിശുദ്ധ ഖുർആൻ. അതിന് നബിയെ ആക്ഷേപിച്ചവർക്ക് മറുപടിയാണ് ഖുർആൻ. അതിന് ഇപ്പോ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചതിന് പിന്നെ ഇതാണ് ഖുർആൻ. ഇതൊക്കെ എന്തിനാണ് ഇയാൾ ഇതൊക്കെ പറയുന്നത്? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് ഖുർആൻ, റസൂലുള്ളാഹിന്റെ മദ്ഹാണ് ഖുർആൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ നബിദിനമാഘോഷത്തിന് അതിൽ തെളിവ് എവിടെ? റസൂലുള്ളാഹിക്ക് മഹത്വമില്ല എന്നോ റസൂലുള്ള കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്നോ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇയാൾ പച്ച നുണ വെച്ച് കാച്ചിയതാണ്. ഇദ്ദേഹത്തിന്റെ വായിൽ തന്നെ അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞുതരാം. മുജാഹിദുകളുടെ വാദം എന്താണ് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞുതരും. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം? ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ഇല്ല. ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്.
ഉമർ മൗലവിയുടെ സെൽസബിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവിയോട് വ്യക്തിപരമായി അപ്പോ ഉമർ മൗലവിയുടെ പുസ്തകത്തിലുണ്ട്, ആ പുസ്തകം ഇയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് എല്ലാം ഉണ്ട്. എന്നിട്ടാണ് പിന്നെ വന്നിട്ട് മുസ്ലിയാർ ഇപ്പൊ ഈ സംസാരം നടത്തിയത്. പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദുകൾ പറയുന്നു. ഇയാള് പ്രസംഗിക്കുന്ന ക്ലിപ്പ് ഞാൻ പലപ്പോഴും കാണിക്കാറുണ്ട്. എന്ന് യഖൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറയുന്നത്. യഖൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, അന്ത്യനാളിൽ കബളിപ്പിക്കുന്നവര് വരും, ധാരാളം കളവ് പറയുന്നവര് വരും. അവർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും. യതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. ഇയ്യാക്കും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും, അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത്, നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇയാൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചക സ്നേഹം എങ്ങനെയാണ് സഹാബാക്കൾ കാണിച്ചത്, പ്രവാചകൻ എങ്ങനെയാണ് സ്നേഹിച്ചവർ കാണിച്ചത്, അതുപോലെയാണല്ലോ നമ്മൾ സ്നേഹിക്കേണ്ടത്. അവർ സ്നേഹിച്ചെടുക്കാൻ നബിദിനം ആഘോഷമില്ല എന്ന് അവരുടെ പുസ്തകത്തിൽ മനസ്സിലായില്ല, അവരുടെ പുസ്തകത്തിൽ കൃത്യമായിട്ടുണ്ട്. പിന്നെ ഇയാളിപ്പോ പറയാതെ പറഞ്ഞു വെച്ചത് എന്താണ്? ഇത്രയും വളച്ചും തിരിച്ചും ഒക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഒരു കാര്യം പ്രവാചകൻ ചെയ്തു എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാനല്ലോ. അപ്പൊ നബിദിനമാഘോഷം തെളിവില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണല്ലോ ഇവിടെ ചെയ്തത്. അപ്പോ പ്രവാചകനും സഹാബാക്കളും ചെയ്യാത്ത ഒരു പുത്തൻ ആചാരമാണ് കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് പറയുന്നത് ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്, 2 പെരുന്നാളിനേക്കാൾ അതിന് മഹത്വമുണ്ട്. പിന്നെ പ്രവാചകനെ സാധാരണ മനുഷ്യനാക്കി, പ്രവാചകൻ ഇങ്ങനെ എന്തെല്ലോ ആക്കി തീർത്തു എന്നൊക്കെയുള്ള വാദങ്ങളാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ ആളുകൾ എഴുതിയ, ആരെഴുതിയത്? നിങ്ങളുടെ ആളുകൾ എഴുതിയ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എഴുതിയ ഒരു എന്താണ് ഇവരുടെ സുന്നി വോയിസ് വാരികയിൽ എഴുതിയ ഒരു ലേഖനമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് അതിൽ പറയുന്നത്? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, പ്രസിഡന്റ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്നിട്ട് ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് അന്ന് സദഖത്തുല്ലാ മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുല്ലാ മൗലവി എഴുതി വെച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ആരാണ് ഈ സദഖത്തുല്ലാ മൗലവി? മുജാഹിദിന്റെ മൗലവിയാ? ഉമർ മൗലവിനെ പോലത്തെ ഒരു മൗലവിയാ? നിങ്ങളുടെ സമസ്തയുടെ നേതാവല്ലേ? പരമ്പര വേണോ നിങ്ങൾക്ക്? നിങ്ങൾ ചോദിച്ചോ, ഞാൻ കാണിച്ചുതരാം. പലപ്പോഴും നമ്മൾ കാണിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഞാൻ കാണിച്ചുതരാം. എത്രാമതാണ് ഇയാൾ വരുന്നത്? കാന്തപുരത്തിന്റെ മുകളിലോട്ട് എത്രാമതാണ് വരുന്നത്? അങ്ങ് ഇങ്ങോട്ടേക്ക് നിങ്ങളെ കുറെ പണ്ഡിതന്മാരുടെ പരമ്പര ഉണ്ടെന്ന വേറെയുണ്ട്, അതിലുള്ളതുമാണ് ഞാൻ കാണിച്ചുതരാം. അപ്പൊ നിങ്ങളുടെ നേതാക്കന്മാർ ഈ തോന്നിവാസങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് പ്രവാചകനെ മോശക്കാരനാക്കുന്നവർ മുജാഹിദുകൾ എന്ന് പച്ച നോണ. നിങ്ങൾ നബിദിനമാഘോഷം മുജാഹിദുകൾ ചെയ്യാത്തത് പ്രവാചകർ സ്നേഹമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് തിങ്കളാഴ്ച എങ്ങാനും നബിദിനമാഘോഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബിരിയാണി വിതരണല്ലേ ചെയ്യല്? നോമ്പൂക്കോ? ഇല്ലല്ലോ. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തെ ഫിത്തിനയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ട് മുജാഹിദിന്റെ പരിടിക്കേക്ക് മുജാഹിദിന്റെ മെക്കിട്ട് കയറുകയാണ്. നിങ്ങൾ ആളുകൾ കസ്സാബുകളാണ്, ദജ്ജാലുകളാണ് എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി ഞാൻ കാണിച്ചുതരാം. ഒരു കുബൂരി പുരോഹിതൻ പറയുന്നത് കേട്ടോ, നബിദിനമാഘോഷം തുടങ്ങിയതിന്റെ റസൂലുള്ളാഹി തന്നെയാണ്. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്തു. സഹോദരങ്ങളെ, ഒരാടിനെ റസൂലുള്ളാഹി അറുത്ത് വിതരണം ചെയ്തു എന്നാണ് ആ കുബൂരി ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എങ്കിൽ ഇവരുടെ ആളുകൾ തന്നെ പറയുന്നത് എന്താണ്? പ്രവാചകന്റെ കാലഘട്ടം നമ്മൾ പുസ്തകം വായിച്ചല്ലോ, അതിൽ പ്രവാചകന്റെ കാലഘട്ടത്തില്ല, സഹാബാക്കളുടെ കാലഘട്ടത്തില്ല, ഉത്തമ തലമുറപ്പെട്ട ആരുടെയും കാലഘട്ടത്തിലില്ല. എന്നാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട്. മനസ്സിലായി? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിക്കോ. കഴിഞ്ഞുപോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിയാകുന്നു.
1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് ഖുർആൻ പ്രസ്താവിച്ച ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാണ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതെന്ന് ഖുർആൻ പറഞ്ഞ കാര്യം എന്താണ്? ഖുർആൻ പറഞ്ഞത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നേരത്തെ സംസാരിക്കും പറഞ്ഞത് എന്താണ്? പ്രവാചകന്റെ മഹത്വമാണ് ഖുർആനിലുള്ളത്. പ്രവാചകനെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് ഖുർആനിലുള്ളത്. എങ്കിൽ റസൂലുള്ളാന്റെ മഹത്വം പറഞ്ഞ ഖുർആനിൽ എവിടെയാണ്, ഏത് ആയത്തിലാണ് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കൽപ്പനയുള്ളത്? അതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞത് എവിടെയാ ഉള്ളത്? നിങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു തരണം. ഈ പറയുന്ന രീതിയിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും മഹത്വമുണ്ട് എങ്കിൽ എന്തായാലും പറഞ്ഞു തരണമല്ലോ. ഖുർആൻ പറഞ്ഞു തരണം, റസൂലുള്ള പറഞ്ഞു തരണം, സഹാബാക്കൾ ആഘോഷിക്കണം, ഉത്തമ തലമുറപ്പെട്ടവർ ആഘോഷിക്കണം, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഇടയിൽ ചർച്ച വരണം. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെ പോരായിട്ട് പറയുന്നത് എന്താണ്? ഒരു കുബൂരി മുസ്ലിം ഇപ്പം പറഞ്ഞതാണ്, റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളെ നിങ്ങൾ പച്ചക്ക് കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി വേറൊരു മുസ്ലിയാർ പറയുന്നുണ്ട്, എന്താണെന്നറിയോ? അസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവും സഹാബാക്കളും കൂടിയിട്ട് പ്രവാചകന്റെ മൗലീദ് പാരായണം നടത്തിയിട്ടുള്ള റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അതും പെരുന്നൊണയാണ്. മൗലിദ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിരവധി സ്വഹാബിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മദിയത്തെ പള്ളിയിൽ നിന്ന് ചൊല്ലാറുണ്ടായിരുന്നു. പച്ച നോണയൽ ഇപ്പൊ അയാളാ പറഞ്ഞത്. നമ്മൾ അവരെ പുസ്തകം തന്നെയാണല്ലോ നമ്മൾ വായിച്ചത്. സുന്നി വോയിസ് അവരെ തന്നെയാണല്ലോ. അതിൽ തന്നെ പറയുന്നത് ആ രൂപത്തിലാണ്. ഈ രീതിയിൽ പലതും പറഞ്ഞ് ജനങ്ങളെ ഒസുവാസിലാക്കുകയും കബളിപ്പിക്കുകയും ഒക്കെയാണ് ഈ പുരോഹിതന്മാർ ചെയ്യുന്നത്. നബിദിനം ആഘോഷത്തിന് എന്തൊക്കെ മഹത്വങ്ങൾ ഇവർ പറഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നിട്ടാണ് പറയുന്നത് മുജാഹിദ് സമ്മേളനം പോലെയാണ്, വീട്ടിലേക്ക് TV മേടിക്കുന്ന പോലെയാണ്, കുടികൂടലിന് ബിരിയാണി കൊടുക്കുന്ന പോലെയാണ്. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ അത് തുറന്നങ്ങ് പറ. മുജാഹിദ് സമ്മേളനം പോലെയാണ് നബിദിനം ആഘോഷം, അതിനപ്പുറം ഒന്നുമില്ല, ഈ പറയുന്ന മഹത്വങ്ങളൊന്നും പറയുന്നത് ശരിയല്ല എന്ന് പറ. അപ്പോൾ വിഷയം തീർന്നു. പിന്നെ നമ്മളാരും നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് വരില്ലല്ലോ. മുജാഹിദ് ഉബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുന്നില്ല, അതുപോലെയൊക്കെ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. വിഷയം തീർന്നല്ലോ. ഇതങ്ങനെയല്ലല്ലോ നിങ്ങൾ ഈ നാട്ടിൽ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത്. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞു വെച്ചത്. ബൾബ് കത്തിക്കുന്ന, പള്ളി അലങ്കരിച്ച് ബൾബ് കത്തിക്കുന്നതിന് ഒരു മഹത്വമുണ്ട് എന്ന് വരെ നിങ്ങൾ പറഞ്ഞതല്ലേ. അപ്പോ ജനങ്ങളെ നിങ്ങൾ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ജനങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ചെറിയൊരു വിശദീകരണം നിങ്ങൾ കേട്ടോ. ഖുർആനിലോ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിലുള്ള ജന്മദിനാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സൂചന കാണുവാൻ സാധ്യമാണോ? ഒരിക്കലുമില്ല, കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിച്ച ശേഷം 123 വർഷക്കാലം ജീവിച്ചു. 22 കൊല്ലം ചുരുങ്ങിയത് എന്തായാലും ഉണ്ട്. ആ 22 കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലത്ത് ഇതാ ഇന്ന് എന്റെ ജന്മദിനാഘോഷമാണ്, അതുകൊണ്ട് മദീനക്കാർക്ക് എല്ലാവർക്കും ഓരോ ഈത്തപ്പഴം ഞാൻ പ്രത്യേകമായി വിതരണം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കണം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് സുഗന്ധം പൂഷണം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് മദീനത്തെ പള്ളിയിൽ ഹാജരാകണം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നെല്ലാവരും അബൂ തൽഹത്തുൽ അൻസാരിയുടെ തോട്ടത്തിൽ ഒരുമിച്ച് കൂടുന്ന അവിടെ ഒരു മൗലൂദ് ഓതാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അക്കാലഘട്ടക്കാർക്ക് അത് പരിചയമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജന്മദിനം ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ആഘോഷിക്കാഞ്ഞത് എന്നാണ് നമ്മൾ അങ്ങനെ ഒന്ന് കരുതുക. എങ്കിൽ ആ പ്രവാചകനെ ഏറെ സ്നേഹിച്ച സ്വഹാബികളിലെ അതിൽ അൽ ഖുലഫാഉൽ അർബഅ 4 ഖലീഫമാര്, നമുക്ക് അവിടെ നിങ്ങോട്ട് തുടങ്ങാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ച പോലെ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചു എന്ന് പറയാൻ സാധ്യമാണോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരൊറ്റ ഹദീസ് പോലും ആ വിഷയത്തിലില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ലക്ഷക്കണക്കിന് ഹദീസ്. സഹോദരൻ, എത്ര വ്യക്തമായിട്ടാണ് ഇപ്പം നമ്മുടെ ഉസ്താദ് സംസാരിച്ചത്, ഫضലുൽ കുമരി സംസാരിച്ചത്. ഒരൊറ്റ ഹദീസും അതിന്റെ പേരിലില്ല. ഒറ്റ ഹദീസും അതുമായി ബന്ധപ്പെട്ട് ചർച്ച തന്നെ ചെയ്യുന്നില്ല. ഇവർ ഓതുന്ന പോലെ ആയത്തോതിയിട്ട് ഒരു തഫ്സീർ ഗ്രന്ഥങ്ങളിലും അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. എന്നിട്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിനവർ കണ്ടെത്തുന്ന പല ന്യായങ്ങളും. ഈ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ കാണിക്കാൻ കാരണം ഇദ്ദേഹത്തിന് പല വിഷയങ്ങളിൽ ഇപ്പോൾ മനംമാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല വിഷയങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇതും എന്ന് ഞാനൊരു സംശയിക്കുകയാണ്. കാരണം ഇതിങ്ങനെ ലഘൂകരിച്ച് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഇതിന്റെ ഒടുക്കം മുജാഹിദ് സമ്മേളനം പോലെയാണ്,
മുജാഹിദിന്റെ വീട് കൂടി വിടുന്ന പോലെയാണ് എന്നൊക്കെ ആക്കി തീർത്ത് പണ്ട് പറഞ്ഞതൊക്കെ മറക്കാനും അതൊക്കെ തള്ളിപ്പറയാനുമുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവരത് തുറന്നു പറയട്ടെ, നമ്മൾ അതിനുവേണ്ടി കാത്തു നിൽക്കാം. അതല്ല ജനങ്ങളെ കബളിപ്പിച്ച് ഇതിലേക്ക് തന്നെ ഈ പറയുന്ന വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതിശക്തമായി ഞങ്ങൾ നേരിടും. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിശക്തമായി ഞങ്ങൾ നേരിടും. നിങ്ങൾ ഈ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, യഖൂനു ഫി ആഖിറി സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന് പറയുന്ന ഹദീസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയാറുണ്ടല്ലോ. ആ പറഞ്ഞ പരിപാടിയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, നിങ്ങളുടെ അനുയായികൾ ചെയ്യുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പള്ളികൾ അലങ്കരിക്കുന്നതിന് വരെ പുണ്യമുണ്ട് എന്ന് വരെ നിങ്ങൾ ഉളുപ്പില്ലാതെ പറഞ്ഞു. പള്ളികൾ അലങ്കരിക്കാൻ പാടുണ്ടോ? പള്ളികൾ നിങ്ങൾ ഇന്ന് ഈ നബിദിനാഘോഷം വരുമ്പോൾ അലങ്കരിക്കുന്ന പോലെ അലങ്കരിക്കാൻ പാടുണ്ടോ? അതൊക്കെ പ്രാമാണികമായി നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുമോ? പച്ച നുണ പറയുക, എന്ത് തോന്നിവാസവും ചെയ്യുക, എന്ത് വിഡ്ഢിത്തവും വിളിച്ചു പറയുക. ഞങ്ങൾക്കാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം, മറ്റുള്ളവർക്കൊന്നും പ്രവാചക സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുക. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.